എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇനി ഒന്നുകൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് ആ ഡോഗിന്റെ ഡ്രസ്സ് അത് ഗോക്കു എടുത്ത് അണിഞ്ഞ് അവൻ അവിടുന്ന് ഫ്ലൈ ചെയ്ത് ദൂരേക്ക് പോവാണ്. ബീസ്റ്റിനും ടീമിനും ആണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം അവരുടെ രണ്ടാമത്തെ ശ്രമവും ഇപ്പൊ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകളായിട്ട് ഗോക്കു ആ അവസാനത്തെ ഡ്രാഗൺ ബോളുമായിട്ട് വരുന്നത് കാണാനായി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് അവർ ഗോകുവിനെ കാണുക. ഗോകു ആണെങ്കിൽ ഡ്രാഗൺ ബോൾ ഉയർത്തി കാണിക്കും. യാഹൂ, അത് ഞാൻ നേടിയെടുത്തു, എനിക്ക് അത് കിട്ടി, അവസാനത്തെ ഡ്രാഗൺ ബോൾ അതെന്റെ കയ്യിലുണ്ടെന്ന് പറയും. ഇവിടെ ക്യാപ്റ്റൻ റോഷി ആണെങ്കിൽ അവന്റെ സന്തോഷം കാണും. ഗോകുവിന്റെ സന്തോഷം കാണുമ്പോൾ തന്നെ അവൻ ആ ഡ്രാഗൺ ബോൾ അത് സ്വന്തമാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് നടക്കുമെന്ന് പറയും. എല്ലാവരും ഹാപ്പിയായി ഗോകുവിനെ നോക്കും. ഗോകു ആണെങ്കിൽ നിംബസിൽ നിന്ന് താഴേക്ക് ചാടും. അതിനുശേഷം ആ ഡ്രാഗൺ ബോൾ കാണിക്കും. കുഞ്ഞിപ്പെണ്ണിനോട് പറയും, നിന്റെ പപ്പയെ തിരികെ പിടിക്കാനുള്ള സമയം അതായിരിക്കുകയാണ്. 7 ഡ്രാഗൺ ബോൾസും ഇപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞ് ആ ഡ്രാഗൺ ബോളും അവളെ ഏൽപ്പിക്കും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എല്ലാവരോടും യാത്ര പറയാണ്. ഗോകു ആണെങ്കിൽ അവന്റെ നിംബസിനോട് പറയും, നിനക്ക് റെസ്റ്റ് എടുക്കാൻ സമയമായിട്ടില്ല, നമുക്ക് എത്രയും വേഗം കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പയെ തിരികെ പിടിക്കണമെന്ന് പറയും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ എല്ലാവരോടും യാത്ര പറയും. തൽക്കാലത്തേക്ക് ഞാൻ വിട പറയാണ്, എന്റെ പപ്പയെ തിരികെ പിടിക്കണം, അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ ആരെയും ഒരിക്കലും ഞാൻ മറക്കില്ല, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും ഒരുപാട് വിഷമം തോന്നും. അങ്ങനെ ഗോകുവും കുഞ്ഞിപ്പെണ്ണും അവരവിടുന്ന് കടന്നു പോവാണ്. ആ എൽഡർ ലേഡി ആണെങ്കിൽ ഇപ്പോ റോഷി അപ്പാപ്പനോട് പറയും, ഞാൻ കരുതിയതുപോലെയല്ല, അവൻ വളരെ പവർഫുൾ ആണ്, മാത്രമല്ല അവന് നല്ലൊരു മനസ്സുണ്ട്. അത് കേൾക്കുമ്പോൾ മാസ്റ്റർ റോഷിക്കും ഒരുപാട് സന്തോഷം തോന്നും. ഹാൻസം ബോയ് ആണെങ്കിൽ തലയൊക്കെ ചൊറിഞ്ഞ് ഇപ്പൊ മാസ്റ്റർ അടുത്തേക്ക് വരും. മാസ്റ്റർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്നെയും കൂടെ നിങ്ങളുടെ ശിഷ്യനായി മാറ്റിക്കൂടെ? മൊട്ടപ്പനെയും ഗോകുവെയും അവർ രണ്ടുപേരെ ശിഷ്യരാക്കി മാറ്റി നിങ്ങൾ നല്ല പവർഫുള്ളാക്കി മാറ്റി, അതുപോലെ എനിക്കും നല്ല പവർഫുള്ളായി മാറണം. മാസ്റ്റർ ആണെങ്കിൽ അല്പനേരം കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാനിപ്പോൾ ഒരു റിട്ടയർമെന്റ് ലൈഫിലാണ്, ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു മൂഡിലല്ല ഞാൻ. അത് കേൾക്കുമ്പോൾ നമ്മുടെ ബുൽമയ്ക്കാണെങ്കിൽ അവളുടെ കൺട്രോൾ പോവും. അവൾ പല്ല് കടിച്ച് അല്പനേരം ചിന്തിക്കും. അതിനുശേഷം മാസ്റ്ററിനോട് പറയും, നിങ്ങൾ അവന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ കാണാനെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ വന്ന് നിൽക്കും, അപ്പോൾ നമുക്കും നല്ല നല്ല ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. അത് കേൾക്കുമ്പോൾ അപ്പാപ്പന് ഭയങ്കര സന്തോഷം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പോൾ ഹാൻസം ബോയെ ആളുടെ ശിഷ്യനായിട്ട് സ്വീകരിക്കും. അത് കേൾക്കുമ്പോൾ അവന് ഭയങ്കര സന്തോഷം. കട്ട് ഗോകു ആണെങ്കിൽ കുഞ്ഞിപ്പെണ്ണുമായി അവളുടെ ആ ഒരു കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ. അവളാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, നമ്മുടെ ഈ ഒരു പ്രയത്നം അത് സത്യത്തിൽ ഫലിക്കുമോ? അതിന് ഗോകു പറയും, തീർച്ചയായിട്ടും ആ ഡ്രാഗൺ അത് വെളിയിൽ വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള വിഷ് ചോദിക്കാം, തീർച്ചയായിട്ടും നിന്റെ പപ്പയുടെ ജീവൻ തിരികെ പിടിക്കാൻ പറ്റും. ഇത് കേൾക്കുമ്പോൾ അവൾക്കും ഭയങ്കര ആശ്വാസം. അവളാണെങ്കിൽ ഹാപ്പിയായി ചിരിച്ച് അവരങ്ങനെ മുൻപോട്ടേക്ക് പോകും. പെണ്ണും ഗോകു ആണെങ്കിൽ ഇപ്പൊ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് ഇലയിലൂടെ ചാടിയും തുള്ളിയും അങ്ങനെ അവരുടെ യാത്ര തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അത് മഹത്തായ ഒന്നാണ്. കുഞ്ഞിപ്പെണ്ണിന് അവൾക്ക് അവളുടെ പപ്പയെ തിരികെ കിട്ടാൻ പോകുന്നതിൽ ഒരുപാട് സന്തോഷം. അവൾ മതി മറന്ന് പാടിയും ആടിയും അവർ രണ്ടുപേരും ഇപ്പോ ആ പിരമിഡ് കാണും. ദൂരത്തായിട്ടുള്ള പിരമിഡ് കാണുമ്പോൾ തന്നെ അവരുടെ സന്തോഷം അത് ഇരട്ടിയാവും. അവരാണെങ്കിൽ വളരെ വേഗത്തിൽ ആ പിരമിഡിന്റെ അടുത്തേക്ക് വന്ന് താഴെ ഇറങ്ങുകയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അവളുടെ പപ്പയുടെ കല്ലറയിലേക്ക് നോക്കും. അവൾക്കത് കാണുമ്പോൾ ഒരുപാട് വിഷമം. അവൾ ഓടിപ്പോയി ആ കല്ലറയുടെ അടുത്തിരുന്ന് പൊട്ടിക്കരയാണ്. ഗോകു ആണെങ്കിൽ ഒരു ക്യാഷ്ലായിട്ട് പറയും, നീ വെറുതെ ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല, നിന്റെ പപ്പയെ തിരികെ പിടിക്കാൻ പോവാണ്, തീർച്ചയായിട്ടും നിനക്ക് അദ്ദേഹത്തെ തിരികെ കിട്ടും. അത് കേൾക്കുമ്പോൾ അവൾ പറയും, അതെ, ആ സന്തോഷത്തിൽ തന്നെയാണ്, നിന്റെ വാക്കുകളെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഗോകു ആണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രാഗൺ ബോൾസ് അത് താഴേക്ക് ഡ്രാഗ് ചെയ്യും. ഉടനെ ഡ്രാഗൺ ബോൾസുകളെല്ലാം തന്നെ ഒന്നിച്ച് ഇപ്പൊ ബ്ലിങ്ക് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ആ എറ്റേണിറ്റി ഡ്രാഗൺ അത് പുറത്തേക്ക് വരിക, എനിക്ക് ഒരു വിഷുണ്ട്. ഗോകു ആണെങ്കിൽ വീണ്ടും ഡ്രാഗണെ വിളിച്ചുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം അവിടെ സ്കൈ മുഴുവൻ ആകെ മേഘങ്ങളെല്ലാം ഒത്തുകൂടി ഇരുണ്ട് മൂടുകയാണ്. അടുത്ത നിമിഷം വലിയൊരു ലൈറ്റ്നിങ് അതവിടെ ക്രിയേറ്റ് ആവും. ഗോകുവും കുഞ്ഞിപ്പെണ്ണും രണ്ടുപേരും ഭയപ്പെടും. ഒരുപാട് സമയത്തിന് ശേഷം ഇപ്പൊ ആ ജയന്റ് ഡ്രാഗൺ അത് പതിയെ താഴേക്ക് വരികയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അതിനെ കണ്ട് പേടിക്കും. ആണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനോട് പറയും, ഇത് ഇത്രയും വലിയ സൈസ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ വിഷ് അതിനോട് പറയണമെന്ന് പറഞ്ഞ് അവനങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. ഡ്രാഗൺ ആണെങ്കിൽ പതിയെ താഴേക്ക് ഡ്രാഗ് ചെയ്ത് വന്ന് അങ്ങനെ ലാൻഡ് ആവുകയാണ്. ആ ഡ്രാഗൺ ആണെങ്കിൽ താഴേക്ക് വന്ന് ഇപ്പൊ വിഷിന് വേണ്ടി അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ ഗോകു ആണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനോട് പറയും, നിന്റെ വിഷ് അത് പറയാനുള്ള സമയമായി.
പെണ്ണിനാണെങ്കിൽ നല്ല ഭയമുണ്ട്. അവൾ പേടിച്ച് ഇപ്പോൾ ആ ഡ്രാഗന്റെ അടുത്തേക്ക് വരും. ഡ്രാഗൻ അവളെ നോക്കുന്നത് കാണുമ്പോൾ അവളാണെങ്കിൽ പേടിച്ച് വിറച്ച് വീണ്ടും ആ മരത്തിന്റെ പിന്നിലേക്ക് ഓടുകയാണ്. ഡ്രാഗൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വിഷു പറയും, എനിക്ക് പോകാൻ സമയമായെന്ന് പറയും. അത് കേട്ട് ഗോക്കു ആണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനോട് പറയും, നീ എന്തായി ചെയ്യണേ? അതിനോട് നിന്റെ വിഷു പറയണം, അതല്ല എങ്കിൽ നിനക്ക് നിന്റെ പപ്പയെ തിരികെ പിടിക്കാൻ പറ്റില്ല. അത് കേട്ട് കുഞ്ഞിപ്പെണ്ണ് വീണ്ടും തല താഴ്ത്തി നിൽക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ ആ വിഷ് അത് പറയാനായിട്ട് തുടങ്ങും. അടുത്ത നിമിഷം കുഞ്ഞിപ്പെണ്ണ് ഗോക്കുവിനോട് പറയും, എന്നെ കൊണ്ട് പറ്റും, ഞാൻ പറയാം. അവളാണെങ്കിൽ ഇപ്പോൾ പതിയെ നടന്ന് ആ ഡ്രാഗന്റെ അടുത്തേക്ക് വരും. അവളാണെങ്കിൽ നിറ കണ്ണുകളോടുകൂടെ ആ ഡ്രാഗനോട് പറയും, എൻ്റെ പപ്പ എന്നെ വിട്ടുപോയി, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരണം, അതാണ് എൻ്റെ വിഷ്. അത് കേട്ട് ഡ്രാഗൺ അവളെയും ഗോക്കുവെയും നോക്കും. ഗോക്കു ആണെങ്കിൽ ഡ്രാഗനോട് ചോദിക്കും, അതെ ഞങ്ങളുടെ ആവശ്യം അതാണ്, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ കഴിയോ? അദ്ദേഹത്തെ തിരികെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അതിനാ ഡ്രാഗൺ പറയും, എന്നെ കൊണ്ട് കഴിയും, ഇത് വിഷു വേണമെങ്കിലും എനിക്ക് സാധിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് പവർ ആ കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പയുടെ കല്ലറയിലേക്ക് ആഞ്ഞടിപ്പിക്കുകയാണ്. അടുത്ത നിമിഷം ആ കല്ലറ അതങ്ങനെ ഇളകി മറിഞ്ഞ് ഇപ്പോൾ ആളുടെ കാലുകൾ അത് പുറത്തേക്ക് വരും. പിന്നീട് കൈകൾ, ഫുൾ ബോഡി, തല, അങ്ങനെ എല്ലാം തന്നെ പുറത്തേക്ക് വന്ന് ആളാണെങ്കിൽ ഇപ്പൊ ഹായ് ആയിട്ട് ജീവനോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആൾക്കും കുനും കുഞ്ഞിപ്പെണ്ണിനും എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ സന്തോഷത്തോടു കൂടെ തുള്ളിച്ചാടി ഇപ്പൊ ആളുടെ അടുത്തേക്ക് വന്ന് ആളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. ജയന്റിനാണെങ്കിൽ വിശ്വസിക്കാൻ കഴിയില്ല. ഓ നോ, ഞാൻ മരിച്ചു പോയതല്ലേ, വീണ്ടും ഞാൻ എങ്ങനെ ലൈഫിലേക്ക് തിരികെ വന്നു, എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച് ആളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഗോക്കു വിളിച്ചു പറയും, ഈ ഡ്രാഗനാണ് വീണ്ടും നിങ്ങളുടെ ലൈഫ് അത് തിരികെ പിടിച്ചു തന്നത്. ജയന്റ് ആണെങ്കിൽ ഇപ്പോൾ ആ ഡ്രാഗനോട് താങ്ക്സ് പറയും. അടുത്ത നിമിഷം ഡ്രാഗൻ ആണെങ്കിൽ പതിയെ ഇൻവിസിബിൾ ആവുകയാണ്. മാത്രമല്ല ആ 7 ഡ്രാഗൺ ബോൾ അത് ഓരോ ഭാഗത്തേക്ക് മാറി തെറിച്ചു പോകാൻ തയ്യാറെടുക്കും. ഗോക്കു ആണെങ്കിൽ അവന്റെ ഗ്രാൻഡ് കൊടുത്ത 4 സ്റ്റാർ ഡ്രാഗൺ ബോൾ അത് കറക്റ്റ് ആയിട്ട് അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യും. അത് മുകളിലേക്ക് തെറിക്കും. ഗോക്കു ആണെങ്കിൽ ചാടിപ്പോയി അത് ക്യാച്ച് ചെയ്യാണ്. ഉടനെ ആ ജയന്റും കുഞ്ഞിപ്പെണ്ണും ഗോക്കുവിന്റെ അടുത്തേക്ക് വരും. നീ എന്തായി ചെയ്തേ? അതിന് ഗോക്കു പറയും, വൺസ് 7 ഡ്രാഗൺ ബോൾസും കണ്ടെത്തി ഒരുമിപ്പിച്ച് ഡ്രാഗനെ സമൻ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ഒരു അത് നിറവേറ്റി ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഈ ഡ്രാഗൺ ബോൾസ് അത് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകും. 1 വർഷത്തോളം അത് കല്ലായി മാറി ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ എവിടെയെങ്കിലും കിടക്കും. അതിനുശേഷം വീണ്ടും ഇത് ഡ്രാഗൺ ബോളായി മാറും. ഇതെന്റെ ഗ്രാൻഡ് കൊടുത്ത 4 സ്റ്റാർ ഡ്രാഗൺ ബോളാണ്, ഇതെനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ, അതുകൊണ്ടാണ് ഞാനിത് കറക്റ്റായി ക്യാച്ച് ചെയ്തതെന്ന് പറഞ്ഞ് ഗോകു അവർ കാണിച്ചു കൊടുക്കും. അതിനുശേഷം അവൻ അവന്റെ പോക്കറ്റിൽ സേഫാക്കി വെക്കും. ജയന്റ് ആണെങ്കിൽ ഗോകുവിനോട് ഒരുപാട് നന്ദി പറയും, നീ കാരണമാണ് എനിക്ക് ഈ സെക്കൻഡ് ലൈഫ് അത് കിട്ടിയത്. ഗോകു ആണെങ്കിൽ ക്യാഷ്ലായിട്ട് പറയും, ഞാൻ മാത്രമല്ല കുഞ്ഞിപ്പെണ്ണ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ശ്രമിച്ചതുകൊണ്ടാണ് ഇത് കിട്ടിയത്. ഏറ്റവും ഉപരിയായിട്ട് ആ ഡ്രാഗൻ നമ്മുടെ വിഷ് ആക്സെപ്റ്റ് ചെയ്തു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും തിരികെ എത്താൻ കഴിഞ്ഞത്. എനിക്കിവിടെ നിൽക്കാൻ സമയമില്ല, എത്രയും വേഗം തിരികെ പോകണം. അതിനാ ജയന്റ് പറയും, അയ്യോ ഇല്ല, ഇന്നൊരു ദിവസം ഞങ്ങളോടൊപ്പം കഴിഞ്ഞ് ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരണം. അതിന് ഗോക്കു പറയും, തീർച്ചയായിട്ടും നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുന്നു, പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, എനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ് നിംബസിനെ വിളിച്ച് ഗോക്കു അവിടുന്ന് കടന്നു പോകും. കുഞ്ഞിപ്പെണ്ണും ജയന്റും അവർ നിറ കണ്ണുകളോടുകൂടെ അവനെ യാത്ര അയക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ആ വലിയ പിരമിഡിലേക്ക് നോക്കും. അപ്പ ഗോക്കു ഈ പിരമിഡിന്റെ മുകളിൽ കയറി ആ പ്രഷ്യസ് വാട്ടർ കുടിച്ചു. അതുപോലെ തന്നെ എനിക്കും ഇതിന്റെ മുകളിൽ കയറാൻ, ഇതിന്റെ മുകളിൽ കയറി ആ പ്രീഷ്യസ് വാട്ടർ അത് കുടിക്കണം. ഇനി മുതൽ എന്റെ പ്രയത്നം അതിനുവേണ്ടിയാണ്. അതിന് പപ്പയാണെങ്കിൽ അവൾക്ക് സപ്പോർട്ട് കൊടുക്കും. ഇവിടെ ഗോക്കു അവനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ അവന്റെ ഫ്ലൈങ് നിംബസിൽ ചാടിയും ഡാൻസ് കളിച്ചും ഒക്കെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് തിരികെ എത്തുകയാണ്. ആണെങ്കിൽ ഗോക്കുവിനെ കണ്ട് ഭയങ്കര സന്തോഷം. യാഹോ, നിനക്ക് വേണ്ടിയാണ് ഇത്രയും നേരവും ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ആ ഡ്രാഗൺ ബോൾസ് ഉപയോഗിച്ച് നീ ഡ്രാഗനെ ചെയ്തോ? കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പയെ തിരികെ കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിഞ്ഞോ? അതിന് ഗോക്കു പറയും, എന്നെ കൊണ്ട് കഴിഞ്ഞു, അവള് ഹാപ്പിയാണ്, എല്ലാം കറക്റ്റായിട്ട് അവസാനിച്ചു, ആ പഴയ ലൈഫിലേക്ക് പോയി അടിച്ചു പൊളിക്കാന്ന് പറയും. അപ്പോഴായിരിക്കും നമ്മുടെ ഗോക്കുവിന് ഭയങ്കരമായിട്ട് മൂത്രശങ്ക. അവനാണെങ്കിൽ അവന്റെ പാൻ്റ് അടിച്ച് ആ നദിയിലേക്ക് മൂത്രം ഒഴിക്കും. ആ എൽഡർ ലേഡിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല. അവരാണെങ്കിൽ ഇപ്പൊ ഗോക്കുവിനോട് ദേഷ്യപ്പെടുകയാണ്. ഗോക്കു ആണെങ്കിൽ ക്യാഷ്ലായിട്ട് കാര്യമൊക്കെ സാധിച്ച് നമ്മുടെ ബുൽമാൻ ടീമിന്റെ അടുത്തേക്ക് വരും. ഇനി ആ ഡ്രാഗൺ ബോൾ തിരികെ പിടിക്കണമെങ്കിൽ 1 വർഷം നമ്മൾ കാത്തിരിക്കണം. നിന്റെ മുത്തശ്ശൻ തന്ന ആ ഒരു 4 സ്റ്റാർ ഡ്രാഗൺ ബോൾ അത് നിനക്ക് ഇനിയും കണ്ടെത്തണ്ടേ? അതിന് ഗോക്കു പറയും, യാതൊരു കുഴപ്പമില്ല, അത് അപ്പം തന്നെ ഞാൻ തിരികെ പിടിച്ചു, എന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്, ഞാൻ വീണ്ടും മാസ്റ്ററിനോടൊപ്പം പോയി ട്രെയിനിങ് എടുക്കാൻ പോവാണ്. അത് കേട്ട് ഹാൻസം ബോയ് പറയും, നീ മാത്രമല്ല ഇത്തവണ നിന്നോടൊപ്പം ഞാനും ഉണ്ട്. ഗോക്കുവിനാണെങ്കിൽ ഡബിൾ ഹാപ്പി. പിന്നെ മാസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നിന്റെ ട്രെയിനിങ് അത് അവസാനിച്ചു കഴിഞ്ഞു, സോ നീ ഇനി സ്വന്തമായിട്ട് ട്രെയിൻ ചെയ്യണം. ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങൾ നിനക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. സ്വന്തമായിട്ട് ട്രാവൽ ചെയ്ത് നീ നിന്റെ കഴിവുകളും പവറുകളും എല്ലാം എൻഹാൻസ് ചെയ്യണം. അത് കേട്ട് ഗോക്കു അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം ഗോക്കു ആണെങ്കിൽ അതിനൊക്കെ പറയാണ്. മാസ്റ്റർ അവനോട് 3 വർഷം അതിന് ടൈം എടുക്കണമെന്ന് പറയും. ഗോക്കു അതിനും സമ്മതം മൂളും.
മൊട്ടപ്പനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, എൻ്റെ സെൽഫ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് തിരികെ വരുമ്പോൾ ഞാൻ നിന്നെ കഴിഞ്ഞും പവർഫുള്ളും അതുപോലെ തന്നെ സൈസ് ഉള്ളവനുമായി മാറും. ഗോക്കു ആണെങ്കിൽ ഹാപ്പി ആയിട്ട് അവിടുന്ന് യാത്ര തിരിക്കാൻ അവൻ്റെ നിംബസിനെ വിളിക്കും. അതിന് ഗ്രാൻഡ് പേ ആണെങ്കിൽ അവനെ വിലക്കും. കാരണവശാലും ഈ ഒരു ട്രെയിനിങ്ങിൽ നീ നിംബസിനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിന്റെ ഓൺ സ്ട്രെങ്ത് ഉപയോഗിച്ച് മാത്രമാണ് നീ എല്ലാം ചെയ്യേണ്ടത്. നീ നടക്കണം, ഓടണം, സ്വിം ചെയ്യണം. അതിനും ഗോക്കു ഓക്കെ പറഞ്ഞ് അവരോട് യാത്ര പറഞ്ഞ് കടന്നു പോവാണ്. മാസ്റ്റർ റോഷി ആണെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളവരോടും പിന്നാലെ ഫോളോ ചെയ്ത് വരാൻ പറഞ്ഞ് അവിടുന്ന് ഓടിപ്പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.